കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് ശ്രീ ശ്യാംരാജ് ഈ ചർച്ചയിൽ പറഞ്ഞത്. അതായത് എക്സൈസ് തീരുവ കുറച്ചതുൾപ്പെടെ ഈ നികുതി ഇനത്തിൽ വരുമാനം വേണ്ട എന്ന് തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ എടുത്ത ചില സ്റ്റെപ്പിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതിനാനുപാതികമായി അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് 2 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ സെസ്സൊക്കെ കുറച്ചുകൊണ്ട് ഈ ഇന്ധന വില വർധനയുടെ ഭാരം അല്പം കുറയ്ക്കാം ജനങ്ങൾക്ക് മേൽ എന്നുള്ളതാണ്. പക്ഷെ താങ്കൾ പറയുന്നത് ഇടതുമുന്നണി സർക്കാർ നടപ്പാക്കിയ നയങ്ങളും പിന്തുടർന്ന പദ്ധതികളും തന്നെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ, അത് തന്നെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ്. അതിനുള്ള മറുപടിയാണ് ശ്രീമതി ദീപ്തി മേരി വർഗീസ് പറഞ്ഞത്. അതിനോട് പ്രതികരണമുണ്ടോ? ഇതില് ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് വിലക്കയറ്റത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദി കേന്ദ്രമാണ് എന്ന തിരുവായ് മൊഴി കോൺഗ്രസിൽ നിന്നുണ്ടാവുന്നത്. ഈ 10 കൊല്ലക്കാലം ഒരു ചർച്ചയിലും അത്തരമൊരു വർത്തമാനം ഞങ്ങൾ പറയുന്ന സമയത്ത് എതിർക്കുകയല്ലാതെ കോൺഗ്രസ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ കോൺഗ്രസും BJPയും ഒരുപോലെ പറഞ്ഞല്ലോ, ഇവിടെ പെൻഷൻ കൊടുത്തിട്ടില്ല, സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല. ഈ കേരളത്തിലുള്ള ജനങ്ങളോടാണ് ഇവർക്കാർ പറയുന്നത്. 18 മാസക്കാലം പെൻഷൻ കൊടുക്കാത്ത UDFിൻ്റെ ഗവൺമെൻറ്റിൽ നിന്ന് 10 കൊല്ലം ഭരിച്ചിട്ട് ഒരു പൈസ പോലും ബാക്കിയാക്കാതെ അടുത്ത മാസത്തെ പെൻഷൻ കൂടി കൊടുത്ത് ഇറങ്ങിപ്പോയ ഗവൺമെൻറ് LDFിൻ്റെ ഗവൺമെൻറ്. എന്നിട്ട് തികഞ്ഞ കളവ് BJP കോൺഗ്രസ് ഒരുപോലെ പറയുകയാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രത്തിൻ്റെ ഇവിടെ ഇപ്പോൾ പറഞ്ഞു പിന്നെ മണ്ണെണ്ണയുടെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ കേന്ദ്രത്തിൽ പിന്നെ മണ്ണെണ്ണയുടെ വിഹിതം വെട്ടിക്കുറച്ചത്? ആരാ സബ്സിഡി വെട്ടിക്കുറച്ചത്? 19 MPമാരുണ്ടായിരുന്നില്ലേ അവിടെ കോൺഗ്രസിന്? ഒരു വാക്ക് ഇത് അന്യായമാണ് എന്ന് പറയാൻ നാക്ക് വന്നിട്ടുണ്ടോ ഈ കേരളത്തിലെ കോൺഗ്രസിന്? ഇപ്പോഴവർ പറയാണ്. പിന്നെ BJPക്കാർ 50 രൂപയ്ക്ക് പെട്രോള്, അതുപോലെ 45 രൂപയ്ക്ക് ഡീസൽ, അതുപോലെ 500 രൂപയ്ക്ക് 500 താഴെ രൂപയ്ക്ക് ഗ്യാസ്, ഇതെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകളല്ലേ ഇപ്പോൾ 1100 അതുപോലെ 100 രൂപയ്ക്ക് വില പെട്രോൾ ഡീസലിന് വിലയാക്കിയത്. ഞാൻ ചോദിക്കട്ടെ, പ്രധാന പ്രതിപക്ഷമല്ലേ ഇവിടെ ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കോൺഗ്രസ് ഒരക്ഷരം ഉരിയാടിയിട്ടുണ്ടോ അന്യായങ്ങൾക്കെതിരായിട്ട്? ഇവിടെ പിന്നെ അന്യായമായി നിലപാടാകെ സ്വീകരിച്ചുകൊണ്ട് വിലക്കയറ്റം അതിൻ്റെ പരമകാഠിയിലേക്ക് എത്തിക്കുമ്പോൾ പഞ്ചപുച്ഛമടക്കി ഇവിടെ കേരളത്തിൽ LDFിനെ എതിർക്കുകയായിരുന്നില്ലേ ഇവർ ചെയ്തുകൊണ്ടിരുന്നത്? നരേന്ദ്രമോദി ഗവൺമെൻറ് സംബന്ധിച്ച് ഒരു വാക്ക് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? പിന്നെ കേരളത്തിലെ ജനങ്ങൾ 10 കൊല്ലക്കാലം കൊണ്ട് ആളോഹരി വരുമാനം ഇരട്ടിയായിട്ടുള്ള ഒരൊറ്റ സ്റ്റേറ്റേ ഉള്ളൂ, അത് കേരളമാണ്. അത് ഞങ്ങളുണ്ടാക്കിയതാണ്. ഇന്ത്യയിലുള്ള ഒരൊറ്റ കോൺഗ്രസ് ഗവൺമെൻറ്റിനും ഒരു BJP ഗവൺമെൻറ്റിനും ആളോഹരി വരുമാനം ഇരട്ടിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആളോഹരി വരുമാനം 10 കൊല്ലം കൊണ്ട് ഇരട്ടിയായിട്ടുള്ള ഒരേ ഒരു സ്റ്റേറ്റ് ഈ കേരളമാണ്. അത് ഞങ്ങളുണ്ടാക്കിയുള്ള ഒന്നാണ് എന്നുള്ളത് കൃത്യമായ നിലക്ക് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും. പിന്നെ ഇവിടെ ഇപ്പോൾ വിലക്കയറ്റത്തിന് മൂലകാരണം ഉണ്ടാക്കിയത് ഞാൻ പറയുന്നത് കോൺഗ്രസും BJPയുമാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ, എല്ലാ കമ്പനികളും സ്വകാര്യ കമ്പനികൾ പിന്നെ ഗവൺമെൻറ് കമ്പനിയാണോ? അദാനിയും അതുപോലെ തന്നെ പിന്നെ റിലയൻസും അല്ലേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കമ്പനികൾ? അവർക്ക് വേണ്ടിയല്ലേ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ശ്രമിക്കുന്നത്? അവർക്ക് വേണ്ടി ആയിരുന്നില്ലേ ഇവിടെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്? ജനങ്ങൾ ഇവർക്കൊരു വിഷയമല്ല. അദാനിക്ക് ലാഭം ഉണ്ടാവണം, റിലയൻസിന് ലാഭം ഉണ്ടാവണം, അതുപോലെ വലിയ മുതലാളിമാർക്ക് ലാഭം വേണം. സാധാരണക്കാർക്ക് യാതൊരു പ്രയാസമില്ല. അദാനിയുടേതും അതുപോലെ തന്നെ റിലയൻസിൻ്റെതുമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കമ്പനികൾ, സ്വകാര്യ കമ്പനികൾ. ഗവൺമെൻറ്റിന് 3 കമ്പനികളത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അവിടെ തീരുമാനിക്കുന്ന ആരാ? നിങ്ങളോട് ആരാ പറഞ്ഞ് ഈ പിന്നെ പൊതുമേഖലാ കമ്പനി തീരുമാനിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്? എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇത് വർദ്ധിപ്പിക്കാതിരുന്നത്? 10 ദിവസക്കാലം കൊണ്ട് 4 തവണ വർദ്ധിപ്പിച്ചത്? അത് വോട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ? ഉരിയാടിയോ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? BJPക്കാർ വില വർദ്ധിപ്പിക്കാതിരിക്കുന്നത് ഈ അന്യായ നിലപാടാണെന്ന് പറയാൻ കഴിഞ്ഞോ? തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അന്ന് വില വർധനയില്ല. അതിനിപ്പോൾ 10 ദിവസക്കാലം കൊണ്ട് 4 വർധന. എന്തേ ഉണ്ടാൻ വേണ്ടി കഴിഞ്ഞില്ല കോൺഗ്രസിന്? എതിരെ LDFിൻ്റെ പിന്നെ കുറ്റം പറയാൻ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയും, ഞങ്ങൾ ഈ കേരളത്തിൽ ജനങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും നിലനിൽക്കുന്ന ഗവൺമെൻറ്റാണ്. അത് നികുതി വർധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 10 കൊല്ലക്കാലവും ഞങ്ങൾ ഭരിക്കുമ്പോൾ ശക്തമായ നിലക്ക് ഞങ്ങൾ നരേന്ദ്രമോദി ഗവൺമെൻറ് നയങ്ങൾ ചേർത്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.